അധ്യായം 34. ജാതികളെ അടുത്തു വന്ന് കേൾപ്പിൻ, വംശങ്ങളെ ശ്രദ്ധ തരുവിൻ. ഭൂമിയും അതിന്റെ നിറവും ഭൂതലവും അതിൽ മുളയ്ക്കുന്നതൊക്കെയും കേൾക്കട്ടെ. യഹോവയ്ക്ക് സകല ജാതികളോടും കോപവും അവരുടെ സർവ്വസൈന്യത്തോടും ക്രോധവുമുണ്ട്. അവൻ അവരെ ശപഥാർപ്പിതമായി കൊലയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. അവരുടെ ഹതന്മാരെ എറിഞ്ഞുകളയും. അവരുടെ ശവങ്ങളിൽ നിന്ന് നാറ്റം പുറപ്പെടും. അവരുടെ രക്തം കൊണ്ട് മലകൾ ഒഴുകിപ്പോകും. ആകാശത്തിലെ സൈന്യമെല്ലാം അലിഞ്ഞുപോകും. ആകാശവും ഒരു ചുരുൾ പോലെ ചുരുണ്ടുപോകും. അതിലെ സൈന്യമൊക്കെയും മുന്തിരിവള്ളിയുടെ ഇല വാടിപ്പൊഴിയുന്നതുപോലെയും അത്തിവൃക്ഷത്തിന്റെ കായ് വാടിപ്പൊഴിയുന്നതുപോലെയും പൊഴിഞ്ഞുപോകും. എന്റെ വാൾ സ്വർഗത്തിൽ ലഹരിച്ചിരിക്കുന്നു. അത് ഏദോമിന്മേലും എന്റെ ശപഥാർപ്പിത ജാതിയുടെ മേലും ന്യായവിധിക്കായി ഇറങ്ങിവരും. യഹോവയുടെ വാൾ രക്തം പുരണ്ടും കൊഴുപ്പ് പൊതിഞ്ഞും ഇരിക്കുന്നു. കുഞ്ഞാടുകളുടെയും കോലാടുകളുടെയും രക്തം കൊണ്ടും ആട്ടുകൊറ്റന്മാരുടെ മൂത്രപിണ്ഡങ്ങളുടെ കൊഴുപ്പുകൊണ്ടും തന്നെ. യഹോവയ്ക്ക് ബൊസ്രയിൽ ഒരു യാഗവും ഏദോം ദേശത്ത് ഒരു മഹാസംഹാരവുമുണ്ട്. അവയോടുകൂടെ കാട്ടുപോത്തുകളും കാളകളോടുകൂടെ മൂരികളും വീഴും. അവരുടെ ദേശം രക്തം കുടിച്ച് ലഹരി പിടിക്കും. അവരുടെ നിലം കൊഴുപ്പുകൊണ്ട് നിറഞ്ഞിരിക്കും. അത് യഹോവ പ്രതികാരം നടത്തുന്ന ദിവസവും സിയോന്റെ വ്യവഹാരത്തിൽ പ്രതിഫലം കൊടുക്കുന്ന സംവത്സരവും ആകുന്നു. അവിടുത്തെ തോടുകൾ കീലായും മണ്ണ് ഗന്ധകമായും നിലം കത്തുന്ന കീലായും ഭവിക്കും. രാവും പകലും അത് കെടുകയില്ല. അതിന്റെ പുക സദാകാലം പൊങ്ങിക്കൊണ്ടിരിക്കും. തലമുറ തലമുറയായി അത് ശൂന്യമായി കിടക്കും. ഒരുത്തനും ഒരു നാളും അതിൽ കൂടി കടന്നുപോകുകയുമില്ല. വേഴാമ്പലും മുള്ളൻ പന്നിയും അതിനെ കൈവശമാക്കും. മൂങ്ങയും മലങ്കാക്കയും അതിൽ പാർക്കും. അവൻ അതിന്മേൽ പാഴിന്റെ നൂലും ശൂന്യത്തിന്റെ തൂക്കുകട്ടിയും പിടിക്കും. അതിലെ കുലീനന്മാർ ആരും രാജ്യത്വം ഘോഷിക്കയില്ല. അതിലെ പ്രഭുക്കന്മാർ എല്ലാവരും നാസ്തിയായി പോകും. അതിന്റെ അരമനകളിൽ മുള്ളും അതിന്റെ കോട്ടകളിൽ തൂവയും ഞെരിഞ്ഞിലും മുളയ്ക്കും. അത് കുറുക്കന്മാർക്ക് പാർപ്പിടവും ഒട്ടകപക്ഷികൾക്ക് താവളവുമാകും. മരുമൃഗങ്ങളും ചെന്നായ്ക്കളും തമ്മിൽ എതിർപെടും. വനഭൂതം വനഭൂതത്തെ വിളിക്കും. അവിടെ വേതാളം കിടക്കുകയും വിശ്രാമം പ്രാപിക്കുകയും ചെയ്യും. അവിടെ അസ്ത്രനാഗം കൂടുണ്ടാക്കി മുട്ടയിട്ട് പൊരുന്നി കുഞ്ഞുങ്ങളെ തന്റെ നിഴലിൻ കീഴെ ചേർത്തുകൊള്ളും. അവിടെ പരുന്ത് അതതിന്റെ ഇണയോടുകൂടും. യഹോവയുടെ പുസ്തകത്തിൽ അന്വേഷിച്ച് വായിച്ചു നോക്കുവിൻ. അവയിലൊന്നും കാണാതിരിക്കയില്ല, ഒന്നിനും ഇണ ഇല്ലാതിരിക്കുകയുമില്ല. അവന്റെ വായല്ലോ കൽപ്പിച്ചത്, അവന്റെ ആത്മാവത്രേ അവയെ കൂട്ടിവരുത്തിയത്. അവൻ അവയ്ക്കായി ചീട്ടിട്ടു. അവന്റെ കൈ അതിനെ അവയ്ക്ക് ചരടുകൊണ്ട് വിഭാഗിച്ചു കൊടുത്തു. അവ സദാകാലത്തേക്കും അതിനെ കൈവശമാക്കി തലമുറ തലമുറയായി അതിൽ പാർക്കും.